ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്നലെ സ്കൂൾ തുറന്നു. മഴയും കുട്ടികളും ഒന്നിച്ചാണ് ഇന്നലെ സ്കൂളുകളിലേക്ക് വന്നത് എന്നും നമുക്കറിയാം. സ്കൂൾ തുറക്കുന്നതിൻ്റെ ആഘോഷം ഒരു ഉത്സവമായി കൊണ്ടാടുകയുണ്ടായി ഇന്നലെ മലയാളികൾ. സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്ത് ആയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അത് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തത്. ഇന്ന് അതേ സംബന്ധിച്ച വാർത്തകൾ നമ്മെ തേടിയെത്തുന്നു. പാവപ്പെട്ടവന് വിദ്യാഭ്യാസ നീതി എത്തിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ദൗത്യം എന്നാണ് അതേ സംബന്ധിച്ച വാർത്തയിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മാധ്യമം എന്ന പത്രം അത് ആദ്യ പേജിൽ ഒന്നാമത്തെ വാർത്തയായി, സചിത്ര വാർത്തയായി തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്: പാവപ്പെട്ടവൻ്റെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ മികവ് അത് ഉറപ്പാക്കും എന്നാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങളോട് പ്രവേശനോത്സവത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഊരൂട്ടമ്പലം സ്കൂളിൽ മുഖ്യമന്ത്രി നിർവഹിക്കുകയും ചെയ്തു എന്നും ഈ വാർത്ത പറയുന്നു. മുഖ്യമന്ത്രി എന്തൊക്കെയാണ് പറഞ്ഞത് കാണുക. ഒന്ന്, പാവപ്പെട്ടവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ മികവ് നേടാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ലോകത്തിൻ്റെ ഏതു കോണിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പ്രവർത്തനമുണ്ടല്ലോ, ആ പ്രവർത്തനത്തിൻ്റെ മികവ് നമ്മുടെ കുട്ടികൾക്കും ലഭിക്കാൻ പാകത്തിൽ അതിനെ സാങ്കേതിക വൈഭവത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഈ സർക്കാർ നടത്തും എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട 1000 സ്കൂളുകളിൽ ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം നൽകാനുള്ള തീരുമാനം, അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ലോകോത്തരമായ വിദ്യാഭ്യാസ മികവ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും അനുഭവവേദ്യമാകുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ പ്രതിബദ്ധമാണ് ഈ സർക്കാർ എന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്. അതും മാധ്യമം ഒന്നാം പേജ് വാർത്തയായി ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. വിവാദ വ്യവസായം എന്തായാലും ഒഴിവാക്കണം, വിവാദങ്ങൾ ഒഴിവാക്കി വികസനത്തിൽ ശ്രദ്ധയൂന്നണം പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും ഏകദേശം സമാന അഭിപ്രായമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ മാധ്യമ ബഹുലത നിലനിൽക്കുന്ന കേരളത്തിൽ വിവാദ വ്യവസായത്തെ അത്ര പെട്ടെന്നൊന്നും തളച്ചിടാനാകില്ല. വികസന രംഗത്ത് തന്നെയാണ് വിവാദ വ്യവസായം വളരുകയും ചെയ്യുന്നത് കേരളത്തിൽ. അക്കാര്യത്തിൽ ആർക്കും തർക്കമില്ല. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു പ്രവർത്തന ഘട്ടം ഇന്നലെ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ബർത്ത് നിർമ്മാണത്തിൻ്റെ ഘട്ടം. ആ ഉദ്ഘാടനവുമായി ബന്ധിപ്പിച്ച് മുഖ്യമന്ത്രി ചില കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഒന്ന്, മറ്റ് ചില കാര്യങ്ങൾ, ഈ കാര്യത്തിൽ CAGയുടെ റിപ്പോർട്ട് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്ന കാര്യത്തിൽ മുൻ മുഖ്യമന്ത്രിക്ക് തർക്കങ്ങളുണ്ട്. കാരണം പ്രതിക്കൂട്ടിലേക്ക് എത്തുന്നത് അദ്ദേഹം തന്നെയാണ്, അതാരും ആരോപിക്കുന്നതല്ല. ഈ കരാറിൻ്റെ കാര്യത്തിൽ ഒരു ഉദ്യോഗസ്ഥനും പങ്കില്ല എന്നും ഈ കാര്യത്തിലെ മുഴുവൻ പങ്കും തനിക്ക് തന്നെയാണ് എന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത്. കരാർ ഉറപ്പിച്ച സമയത്ത്, മുൻ മുഖ്യമന്ത്രിയുടെ ആഭിമുഖ്യത്തിൽ കരാർ ഉറപ്പിച്ച സമയത്ത് കോടികളുടെ അഴിമതിയെ സംബന്ധിച്ച ആക്ഷേപം, ആരോപണങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. കരാർ ഉറപ്പിക്കുമ്പോൾ എവിടെയായിരുന്നു ചർച്ച? ദില്ലിയിൽ. ഏത് വീട്ടിൽ വെച്ചാണ് ചർച്ച ചെയ്യപ്പെട്ടത്? ഏത് വീട്ടിൽ വെച്ചാണ് അഴിമതിയുടെ ഭാഗമായ കൈക്കൂലിയുടെ കരാർ ഉറപ്പിച്ചത്? തുടങ്ങിയ കാര്യങ്ങൾ വരെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഏതായാലും ആ കാര്യത്തിൽ താൻ തന്നെയാണ് ഉത്തരവാദി, ഒരു ഉദ്യോഗസ്ഥനും ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞാൽ മറ്റ് രാഷ്ട്രീയക്കാരൊന്നും ഉത്തരവാദിയല്ല എന്ന് മുൻ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. എങ്കിലും CAGയുടെ റിപ്പോർട്ടുണ്ടല്ലോ, അത് ഒരു മാരക പ്രഹരമാണ് മുൻ മുഖ്യമന്ത്രിയുടെ മേൽ പതിപ്പിച്ചത്, ഒരു അശനിപാതം പോലെ. കാരണം ആ മുൻ മുഖ്യമന്ത്രിയെ കൈയൊഴിയുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടി തന്നെ. അത്തരമൊരു സാഹചര്യത്തിൽ CAG റിപ്പോർട്ടിൻ്റെ നിജസ്ഥിതിയിൽ
സംശയം ജനിക്കുന്നു ആ മുൻ മുഖ്യമന്ത്രിക്ക്. ആ നിലയ്ക്ക് വാർത്തകൾ പടർന്നു കയറുകയാണ് വിവാദ സ്വഭാവത്തോടെ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധിപ്പിച്ച് എന്ന് നാം കാണണം. വിഴിഞ്ഞം തുറമുഖ നിർമ്മാണം നിർത്തിവെക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ നിർത്തിവെക്കണമെന്നാരോ ആവശ്യപ്പെട്ടിട്ടുണ്ടാകണമല്ലോ. നിശ്ചയമായും നിർത്തിവെക്കണം. പാതി വഴിയിൽ, പാതിയൊന്നും ആയിട്ടില്ലല്ലോ, തുടങ്ങിയതേയുള്ളൂ. അല്ലെങ്കിൽ പകുതി പണി പോലും എത്താത്ത സാഹചര്യത്തിൽ ഇത് നിർത്തിവെക്കണമെന്നാവശ്യപ്പെടുന്നിടത്തോളം വിവാദങ്ങൾ വളർന്നു കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി ഇന്നലെ അതിൻ്റെ വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായ ബെർത്ത് നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. ആ ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, കേരളത്തിൻ്റെ വികസനം മുൻനിർത്തിയുള്ള ദീർഘകാല പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിഴിഞ്ഞം. അതൊരു സ്വപ്ന പദ്ധതിയാണ്. ലോകത്തെ ഏറ്റവും വലിയ കപ്പലിന് വരെ ഇവിടെ നങ്കൂരമിടാനാകും. എന്നാൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വാർത്തകൾ വരുന്നുണ്ട്. ഇടയ്ക്കിടെ വിവാദങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിന് പോലും നങ്കൂരമിടാൻ പാകത്തിലുള്ള പ്രകൃതിദത്തമായ തടാകഭാഗം, അതാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ലോകോത്തരമായ സവിശേഷത. അതുകൊണ്ട് തന്നെയാണ് ആ തുറമുഖം ഒരു സ്വപ്ന പദ്ധതിയായി തീരുന്നത്. കേരള വികസനത്തിൻ്റെ മുഖഛായ മാറ്റാൻ ഒരുപക്ഷെ ആ ഒരൊറ്റ പദ്ധതിക്ക് കഴിഞ്ഞേക്കും. അത് നടക്കണമല്ലോ. പണി തുടങ്ങിയെങ്കിലും എങ്ങനെയൊക്കെ നടക്കും, ഏതൊക്കെ നിലവാരത്തിൽ പ്രകൃതിദത്തമായ ഈ അനുഗുണങ്ങൾ ഉപയോഗിക്കാൻ അദാനി തന്നെ ശ്രമിക്കും. ഇനി പാതി വഴിയിൽ ഇത് വഴിമുട്ടുമോ തുടങ്ങിയ എല്ലാ സന്ദേഹങ്ങളും നിലനിൽക്കുന്നുണ്ട്. ആ സമയത്താണ് കേരളത്തിൻ്റെ വികസനം മുൻനിർത്തിയുള്ള ദീർഘകാല വീക്ഷണങ്ങൾ രൂപപ്പെടുത്തുന്നതിനെക്കുറിച്ചും വിവാദ വ്യവസായം നിർത്തലാക്കുന്നതിനെ സംബന്ധിച്ചുമൊക്കെ മുഖ്യമന്ത്രി നമ്മോട് ഇന്നലെ സംസാരിച്ചത്. ബെർത്ത് നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുന്ന ഘട്ടത്തിൽ, അഥവാ ഒരു പുതിയ നിർമ്മാണ ഘട്ടത്തിൽ. ഇനി CAG റിപ്പോർട്ടുമായി മുൻ മുഖ്യമന്ത്രി യുടെ നിലപാടുകൾ എന്ത്? മലയാള മനോരമ ആ വാർത്തയും അതിൻ്റെ ലീഡ് വാർത്തയുടെ ഭാഗമായി തരുന്നു. വിഴിഞ്ഞത്ത് വിവാദ കപ്പലാണ് അടുക്കാൻ പോകുന്നത്. മനോരമയുടെ ലീഡ് തന്നെ അങ്ങനെയാണ്. കപ്പലല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിനടുക്കും. ആ ഒരു സാഹചര്യമുള്ളപ്പോൾ സത്യത്തിൽ വിഴിഞ്ഞത്തിപ്പോൾ അടുത്തുകൊണ്ടിരിക്കുന്നത് വിവാദത്തിൻ്റെ കപ്പലാണ് എന്ന് മനോരമ പറയുന്നു. പൊരുത്തക്കേട് CAGയെ സമീപിക്കാൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തയ്യാറാകുന്ന വാർത്ത മനോരമ ഒന്നാം പേജിൽ തന്നെ തരുന്നതിൽ അത്ഭുതത്തിനേതും അവകാശവുമില്ല. വാർത്ത കാണുക. UDF സർക്കാരിൻ്റെ കാലത്ത് ഏർപ്പെടുത്തപ്പെട്ട വിഴിഞ്ഞം പദ്ധതി കരാറിനെതിരായ CAG റിപ്പോർട്ടിലെ പരാമർശങ്ങളിലുള്ള വസ്തുതാവിരുദ്ധത ചൂണ്ടിക്കാട്ടി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി CAGയെ തന്നെ സമീപിക്കുന്നു. റിപ്പോർട്ടിലെ നിഗമനങ്ങൾ ഖണ്ഡിക്കുന്ന കണക്കുകൾ നിരത്തിയായിരിക്കും ഇത്. ബാഹ്യശക്തികൾക്ക് വഴങ്ങിയുള്ള റിപ്പോർട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന സന്ദേഹവും മുൻ മുഖ്യമന്ത്രി ഉയർത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച അന്വേഷണം CAGയുടെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ആ ജുഡീഷ്യൽ പാനലും പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുൻ മുഖ്യമന്ത്രിക്ക് ചില്ലറ അങ്കലാപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ബാഹ്യ ഇടപെടലിൻ്റെ ഭാഗമായാണ് CAGയുടെ ഈ നിലയ്ക്കുള്ള ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്നുകൂടി അദ്ദേഹം വാദിക്കുന്നു. അതിനൊക്കെ അപ്പുറം ഇന്ന് മനോരമയുടെ വിഴിഞ്ഞത്ത് വിവാദ കപ്പൽ എന്ന ശീർഷകത്തിലുള്ള ആ വാർത്തയുണ്ടല്ലോ, ആ വാർത്തയുടെ ആദ്യ ഭാഗം അങ്ങേയറ്റം വിവാദ സ്വഭാവത്തോടു കൂടിയ ഭാഗമാണ്. നിർമ്മാണം നിർത്തണം എന്നാണ് VS പറഞ്ഞിരിക്കുന്നത്. ഇതേ സംബന്ധിച്ച് CAGയുടെ റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായ VS അച്യുതാനന്ദൻ്റെ പ്രതികരണവും വരികയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, CAGയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ട ആവശ്യമുണ്ട്. കാരണം ആരാണ് കാശ് മാറിയത് എന്നറിയണമെങ്കിൽ സന്ദേഹങ്ങൾ ധാരാളമാണ്. അറിയണമെങ്കിൽ അതേ സംബന്ധിച്ച് അന്വേഷണം വേണം. ആ അന്വേഷണം സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് തന്നെ നടത്തണം. സിറ്റിംഗ് ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് നടത്തണം. അങ്ങനെ നടത്താൻ കഴിയില്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ അന്വേഷണ ഏജൻസിയെ കൊണ്ട്
അന്വേഷിപ്പിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പക്ഷേ സർക്കാർ കേട്ടത് അതൊന്നുമല്ല. റിട്ടയേർഡ് ഹൈക്കോടതി ജസ്റ്റിസിനെ കൊണ്ട് CN രാമചന്ദ്രൻ അദ്ദേഹത്തെ കൊണ്ട് അന്വേഷിപ്പിക്കാനാണ് തീരുമാനിച്ചത്. സിറ്റിംഗ് ജഡ്ജിയെ കിട്ടുക അത്ര എളുപ്പമൊന്നുമല്ലല്ലോ. ആ സാഹചര്യത്തിലാണ് വിഴിഞ്ഞത്ത് വിവാദത്തിൻ്റെ മറ്റൊരു കപ്പൽ അടുപ്പിച്ചുകൊണ്ട് നിർമ്മാണം നിർത്തണമെന്ന് VS പറയുന്നത്. വാർത്ത ഇങ്ങനെയാണ്: വിഴിഞ്ഞം തുറമുഖ കരാറിൽ ഗുരുതര ക്രമക്കേടുകൾ ഉണ്ട് എന്ന കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത് വരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവയ്ക്കണം എന്ന് VS ആവശ്യപ്പെടുമ്പോൾ ഈ റിപ്പോർട്ട് എപ്പോൾ വരും? 6 മാസത്തേക്ക് സമയബന്ധിതമായാണ് ഇപ്പോൾ ഇതൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അത് വസ്തുതയാണ്. എന്നാൽ 6 മാസം സമയം കൊടുത്ത ഏത് അന്വേഷണമാണ് 6 മാസത്തിനുള്ളിൽ പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്? അത് നീണ്ട് പോകാം. അങ്ങനെ വന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനമുണ്ടല്ലോ, ആ പ്രവർത്തനവും നീണ്ട് പോവുകയായിരിക്കും ഫലം. ചുരുക്കത്തിൽ ആ പദ്ധതി തന്നെ, സ്വപ്നം തന്നെ ഇല്ലാതാകുന്ന, പൊടുന്നനെ അസുഖകരമായ ഒരു യാഥാർത്ഥ്യത്തിലേക്ക്, ഉണരുന്ന അവസ്ഥയിലേക്ക് മലയാളികളെ എത്തിക്കാൻ മാത്രമേ നിർമ്മാണം നിർത്തണമെന്ന VSൻ്റെ ആവശ്യത്തിന് കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹത്തിനും അറിയാം. അതൊന്നും സാധ്യമായ കാര്യമല്ല. അതുമാത്രമല്ല, അങ്ങനെ നിർത്തിവെക്കുമ്പോൾ അദാനി ഗ്രൂപ്പിന് വേണമെങ്കിൽ വൻതോതിലുള്ള നഷ്ടപരിഹാരം ആവശ്യപ്പെടുകയും ചെയ്യാം. പുതിയ ഗുലുമാലുകളിലേക്ക് അത് സഞ്ചരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിർമ്മാണം നിർത്തണമെന്ന് VS ആവശ്യപ്പെട്ടപ്പോൾ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ നേതാവ് കൂടിയായ മുഖ്യമന്ത്രി പറഞ്ഞു അത് നടപ്പില്ല എന്ന്. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരേ പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കളാണ് ഒരാൾ നേരെ AKG സെൻറ്ററിലേക്കോ അല്ലെങ്കിൽ മറ്റൊരാൾ ക്ലിഫ് ഹൗസിലേക്കോ ഒക്കെ സഞ്ചരിച്ച് നേരിട്ട് സംസാരിച്ച് തീർക്കാവുന്ന കാര്യങ്ങളാണ്. അത് പത്രത്താളിലൂടെ വരുമ്പോൾ നിർമ്മാണം നിർത്തണം എന്ന് ഒരു നേതാവ് ഒരു പാർട്ടിയുടെ, അത് നടപ്പില്ല എന്ന് മറ്റൊരു നേതാവ് അതേ പാർട്ടിയിലെ. വിവാദങ്ങൾക്ക് ഇതിലപ്പുറം എന്ത് കൊമ്പാണ് മുളയ്ക്കാനുള്ളത് എന്ന് ഓർത്തുപോകും സാധാരണക്കാരൻ. ഇതിനൊക്കെ അപ്പുറത്തേക്കാണ് കേരള കൗമുദിയുടെ ലീഡ് വാർത്ത നമ്മെ എടുത്തെറിയുന്നത്. കാരണം കേരള കൗമുദി പറയുന്നു വിഴിഞ്ഞത്തെ അട്ടിമറിക്കാനുള്ള ഗൗരവതരമായ ഗൂഢാലോചനാവാദികൾ അണിയറയിൽ പ്രവർത്തിക്കുന്നു, അണിയറയിൽ കണ്ണിറുക്കുന്നു എന്ന്. ഗൗരവതരമാണ്. യാഥാർത്ഥ്യമാണെങ്കിൽ കേരള കൗമുദിയുടെ ആ ആക്ഷേപം വിഴിഞ്ഞത്തെ മുക്കാൻ വൻകൂടാലോചന, അതാണ് അവരുടെ ശീർഷകം തന്നെ. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കൂടി സഞ്ചരിക്കാം ഒരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. വിഴിഞ്ഞത്തെ മുക്കാൻ വൻകൂടാലോചന, CAG റിപ്പോർട്ടിൽ തിരിമറി, ചട്ടുകമായത് പദ്ധതിയെ എതിർത്ത മുൻ AG's ഉദ്യോഗസ്ഥൻ. ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ അട്ടിമറിക്കാൻ കഴിയുന്നതാണോ ഈ പദ്ധതി? അതിനെ സംബന്ധിച്ചും കേരള കൗമുദി പറയുന്നു ഉദ്യോഗസ്ഥൻ മാത്രമല്ല, അട്ടിമറിക്കാൻ കൊളംബോ ലോബി പ്രവർത്തിക്കുന്നു. കൊളംബോ ലോബിയുടെ ചട്ടുകമാണ് ഈ ഉദ്യോഗസ്ഥൻ എന്നുകൂടി കേരള കൗമുദി പറയുന്നു. കാണുക, വിഴിഞ്ഞം തുറമുഖ കരാർ സംബന്ധിച്ച് CAG റിപ്പോർട്ടിന് പിന്നിൽ കൊളംബോ ലോബിയാണ് എന്ന് സംശയം. തുടക്കം മുതലേ വിഴിഞ്ഞം കരാർ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന AG's ഓഫീസിലെ ഒരു മുൻ ഉദ്യോഗസ്ഥൻ കൺസൾട്ടൻ്റ് എന്ന നിലയിൽ റിപ്പോർട്ടിൽ നടത്തിയ ഇടപെടലുകളാണ് സംശയങ്ങൾക്ക് കാരണം എന്നുകൂടി പറയുമ്പോൾ ഏകദേശം കോൺഗ്രസിൽ ഇക്കാര്യത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉണ്ടല്ലോ, അദ്ദേഹവും ഈ വഴിക്ക് തന്നെയാണ് സന്ദേഹിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ സന്ദേഹവും കേരള കൗമുദിയുടെ സന്ദേഹവും എവിടൊക്കെയോ വെച്ച് ആളുകളുടെ പിന്നിൽ കൈകോർക്കുന്നുവോ എന്ന സന്ദേഹം നമുക്ക് ആവശ്യമായി വരുന്നുവോ എന്നും തോന്നുന്നു ഈ വാർത്ത വായിക്കുമ്പോൾ. ഭൗമ താപനില നിയന്ത്രിക്കാനുള്ള പാരീസ് ഉടമ്പടി, ആ ഉടമ്പടി രൂപപ്പെട്ടു കഴിഞ്ഞ ഉടമ്പടിയാണ്. ധാരാളം ചർച്ചകൾക്ക് ശേഷമാണ് രൂപപ്പെട്ടത്. 2016 നവംബറിലാണ് നിലവിൽ വന്നത്. 147 രാജ്യങ്ങൾ, അമേരിക്ക അടക്കം ഉള്ള ആ ഉടമ്പടി കരാറിൽ നിന്ന് ഏകപക്ഷീയമായി അമേരിക്ക പിന്മാറിക്കളഞ്ഞിരിക്കുന്നു. ഗൗരവതരമായൊരു നിലപാടാണ് ട്രംപ് വന്നതിന് ശേഷം കൈക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് പ്രഖ്യാപിച്ചു പാരീസ് ഉടമ്പടിയിൽ നിന്ന്
അമേരിക്ക പിന്മാറി എന്ന് പറഞ്ഞാൽ ലോകം ഇപ്പോൾ നേരിടുന്ന ഏറ്റവും ഗൗരവതരമായ കാലാവസ്ഥാ ഭീഷണി പരിഹാരത്തിൽ നിന്ന് അമേരിക്ക പിന്മാറി എന്നർത്ഥം. കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കുന്നതിനുള്ള ശ്രമങ്ങൾക്ക് ഇത് കനത്ത തിരിച്ചടിയാകുമെന്ന് ഉറപ്പ്. വാർത്ത ഇങ്ങനെ: കാലാവസ്ഥാ വ്യതിയാനം നിയന്ത്രിക്കുന്നതിനുള്ള സുപ്രധാന കരാറായ പാരീസ് ഉടമ്പടിയിൽ നിന്ന് അമേരിക്ക പിന്മാറി. ഉടമ്പടി അമേരിക്കയ്ക്കെതിരാണ് എന്ന വാദമുയർത്തിയാണ് പിന്മാറ്റം. അമേരിക്ക ഭാവിയെ തള്ളിക്കളയുകയാണ് എന്ന് മുൻ പ്രസിഡന്റ് ഒബാമ വിമർശിച്ചു. ട്രംപിനെ വിമർശിച്ചുകൊണ്ട് ഒബാമ രംഗത്ത് വരികയും ചെയ്തു. ഗൗരവതരമായ ഭാവി സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. തുടർ ചർച്ചകൾക്ക് വിധേയമാകുന്ന ഒരു വാർത്തയായി ഇത് പരിവർത്തിക്കുകയും ചെയ്യും. തെറ്റുകൾ വരുത്തുമ്പോൾ അത് തിരുത്തുക എന്നതാണ് അഭികാമ്യം. ഇന്ന് മംഗളം എന്ന പത്രം അതിൻ്റെ ഒന്നാം പുറത്ത് അത്തരത്തിൽ ഗൗരവതരമായ ഒരു തിരുത്തലിന് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ തയ്യാറാകുന്നതിൻ്റെ വാർത്ത നമുക്ക് തരുന്നു. സഖാവ് വർഗീസിൻ്റെ കാര്യത്തിൽ കോടതിയിൽ നൽകിയ അഫിഡവിറ്റ് സത്യവാങ്മൂലം അത് തിരുത്തി സമർപ്പിക്കാൻ പോകുന്നു. സഖാവ് വർഗീസ് ഒരു കൊടും കുറ്റവാളിയാണെന്നും ഹാബിച്വൽ ക്രിമിനലാണെന്നും അദ്ദേഹം പോലീസിനെ ആക്രമിക്കുന്ന സമയത്താണ് ഏറ്റുമുട്ടലിലാണ് വെടികൊണ്ട് മരിച്ചത് എന്നുമൊക്കെയുള്ള സത്യവാങ്മൂലമാണ്. എന്ത് സത്യം? സത്യവാങ്മൂലമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്തും കോടതിയിൽ കൊടുത്തത്. അത് വലിയ വാർത്ത സൃഷ്ടിക്കുകയുണ്ടായി. ഇടതുപക്ഷ സർക്കാരിന് വലിയ ആശാഭംഗമുണ്ടാക്കുന്ന ഒരു കാര്യവുമായിരുന്നു അത്. ഏതായാലും അത് തിരുത്താൻ തീരുമാനിച്ച കാര്യം മുഖ്യമന്ത്രി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. വാർത്തയുടെ വിശദാംശങ്ങൾ CS സിദ്ധാർത്ഥൻ തിരുവനന്തപുരത്ത് തരുന്നു. അതിങ്ങനെ: നക്സലൈറ്റ് നേതാവ് വർഗീസ് കൊടും കുറ്റവാളിയായിരുന്നു എന്നും പോലീസുമായുള്ള ഏറ്റുമുട്ടലിലാണ് കൊല്ലപ്പെട്ടതെന്നുമുള്ള വിവാദ നിലപാട് സംസ്ഥാന സർക്കാർ തിരുത്തി. വർഗീസിനെക്കുറിച്ച് ആഭ്യന്തര വകുപ്പ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലം മാറ്റി പുതിയത് നൽകും എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇന്ന് മംഗളം ഒന്നാം പേജിൽ തരുമ്പോൾ ഈ കാര്യത്തിൽ മുൻ വാർത്തകൾ വെണ്ടക്കയിൽ നിരത്തിയ പത്രങ്ങൾ ഉണ്ടല്ലോ, വിവാദങ്ങളെ സ്നേഹിക്കുന്ന പത്രങ്ങൾ. ആ പത്രങ്ങൾ ഈ തിരുത്തു വാർത്ത കണ്ടതായി കാര്യമായി ശ്രദ്ധിച്ചിട്ട് ഇല്ല എന്നുകൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. പോലീസിൽ കേസ് അന്വേഷിക്കാൻ ആളില്ല, എന്നാൽ പോലീസുകാർക്ക് തന്നെ മേലാളന്മാർക്ക് വിടുപണി ചെയ്യാൻ 300 പോലീസുകാരാണ് തയ്യാറായി നിൽക്കുന്നത്. നോക്കൂ, അടിമപ്പണിയാണ് അവരെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇടതുപക്ഷം അധികാരത്തിൽ വരുമ്പോഴും ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള പോലീസുകാരുടെ സംഘടന പ്രാമാണ്യത്തിലേക്ക് ഉയരുമ്പോഴുമൊക്കെ ഒരു വിഭാഗം പോലീസുകാർക്ക് അടിമപ്പണി തന്നെയാണ് വാർത്ത. നാരായണൻ തിരുവനന്തപുരത്ത് തരുന്നു. കേസ് അന്വേഷിക്കാൻ ആളില്ല, ഏമാന്മാരുടെ വീട്ടുവേലയ്ക്ക് 300 പോലീസുകാർ. മംഗളത്തിൻ്റെ ഉൾപേജ് വാർത്തയാണിത്. കേസ് അന്വേഷിക്കാൻ ആളില്ലെങ്കിലും ഏമാൻ്റെ വീട്ടുവേലയ്ക്ക് പോലീസുകാർ ഇഷ്ടം പോലെ, ജോലി തരം പോലെ. പെട്ടി സൂക്ഷിക്കണം, സാറിൻ്റെ മക്കളെ പാട്ട് പഠിപ്പിക്കണം, ഹോം നേഴ്സാകണം, വണ്ടി ഓടിക്കണം. ഇത്തരത്തിൽ 300-ലേറെ പേരെയാണ് ADGP അടക്കമുള്ള ഉന്നത IPS ഉദ്യോഗസ്ഥരുടെ വിടുപണിക്കായി നിയോഗിച്ചിട്ടുള്ളത്. പോലീസ് സേനയിലെ അംഗങ്ങളുടെ കണക്കെടുത്തപ്പോഴാണ് ഇക്കാര്യം കണ്ടെത്തിയത്. ഇക്കാര്യം ചർച്ച ചെയ്യാൻ മേലാളന്മാരുടെ യോഗം വിളിച്ചപ്പോൾ നൽകിയ വിശദീകരണമാകട്ടെ വിചിത്രവും. വിശ്വസ്തരെ കൂടെ നിർത്തണം, സുരക്ഷയാണ് പ്രധാനം. സുരക്ഷയുടെ പേരിൽ, വിശ്വസ്തരെന്ന പേരിൽ ആളുകളെ അടിമപ്പണി ചെയ്യിക്കുന്ന അവസ്ഥയാണ് പോലീസിൽ ഇപ്പോഴും ഉള്ളത് എന്നാണ് നാരായണൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതേ പുറത്ത് മംഗളം ഇന്ന് മറ്റൊരു വാർത്ത കൂടി തരുന്നു. ജേക്കബ് തോമസ് അവധി നീട്ടി. DGP ജേക്കബ് തോമസ് 1 മാസത്തേക്ക് കൂടി അവധി നീട്ടി. ജൂൺ 30-ന് സെൻകുമാർ വിരമിക്കുന്നു. എന്നാൽ അതിന് ശേഷമാകാം ഗംഭീരമായ തിരിച്ചുവരവെന്ന് അദ്ദേഹം കരുതിയിരിക്കണം എന്ന് സാമാന്യമായി ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഈ വാർത്ത വായിക്കുമ്പോൾ കൂടംകുളത്തെ ആണവ റിയാക്ടറിനെതിരായി കടലിലും കരയിലുമായി ധാരാളം സമരങ്ങൾ നടന്നതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും നമുക്കുണ്ട്. കൂടംകുളത്തെ വൈദ്യുതി ഉപയോഗിക്കുമ്പോഴും അവിടുത്തെ നിരാലംബരായ മുക്കുവ വിഭാഗങ്ങളുണ്ടല്ലോ, അവരുടെ ദുരിതങ്ങൾ നാം ഇപ്പോഴും മനസ്സിൽ പേറുന്നുമുണ്ട്. ഇന്നൊരു വാർത്ത ദീപിക റിപ്പോർട്ട് ചെയ്യുന്നു. മോദി റഷ്യൻ പര്യടനത്തിലാണ്. ആ പര്യടനത്തിനിടയ്ക്ക് അദ്ദേഹം 2 റിയാക്ടറുകൾ കൂടി കൂടംകുളത്ത് വരുവാനുള്ള
കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നു. കൂടംകുളത്തുകാർക്ക് മനസ്സിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാർത്തയാണിത്. കൂടംകുളത്തിന് പുതിയ ഇന്ത്യ റഷ്യ കരാർ. ദീപിക ഒന്നാം പുറത്ത് ആ വാർത്ത തരുന്നു. കൂടംകുളം അണുശക്തി നിലയത്തിൽ 2 റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിന് ഇന്ത്യയും റഷ്യയും കരാറിൽ ഒപ്പിട്ടു. മാസങ്ങൾ നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് കരാർ യാഥാർത്ഥ്യമായത് എന്നുകൂടി ഈ ദീപിക വാർത്ത നമ്മോട് പറയുന്നു. കാലവർഷം തുടങ്ങി എന്നതല്ല, അത് ശക്തി പ്രാപിക്കുന്നു. അടുത്ത 5 ദിവസം കനത്ത മഴയ്ക്കാണ് കേരളം വിധേയമാകാൻ പോകുന്നത് എന്ന് കാലാവസ്ഥാ നിരീക്ഷണവുമായി ബന്ധിപ്പിച്ച വാർത്ത ജനയുഗം അതിൻ്റെ ആദ്യ പേജിൽ ഗൗരവതരമായ വാർത്തയായി തന്നിരിക്കുന്നു. ആ മഴ വാർത്തയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാം മറ്റൊരു ചെറിയ പരസ്യ ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങൾ കാലവർഷം കനത്ത് പെയ്യാനുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നു. മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റ് അടിക്കാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് മുന്നറിയിപ്പും നൽകിയിരിക്കുന്നു കാലാവസ്ഥാ കേന്ദ്രങ്ങൾ. ആ വാർത്ത ജനയുഗം തരുന്നു ഒന്നാം പേജിൽ ഇന്ന് മറ്റൊരു വാർത്ത കൂടി ജനയുഗം തന്നിരിക്കുന്നു. ഒരു സ്ഥിതിവിവരക്കണക്കിൻ്റെ വാർത്തയാണത്. യോഗി ആദിത്യനാഥ് എന്ന സന്യാസി UP-യിൽ മുഖ്യമന്ത്രിയായിട്ട് 2 മാസം തികയുന്നു. ആ 2 മാസം ഗൗരവതരമായൊരു കാലയളവേയല്ല, അത്ര ചെറുതാണ്. 60 മാസത്തിൽ 2 മാസം. പക്ഷേ സംഭവിച്ചതെന്ത് എന്ന് പറഞ്ഞാൽ ഈ 2 മാസക്കാലം കൊണ്ട് കഴിഞ്ഞ വർഷം ഈ കാലഘട്ടത്തിൽ സംഭവിച്ചതിൻ്റെ ഇരട്ടി കൊലപാതകം അവിടെ നടന്നു. ഇരട്ടിയിലധികം ബലാത്സംഗങ്ങളും നടന്നിരിക്കുന്നു. ചുരുക്കത്തിൽ അവിടെ ക്രമസമാധാനം പാലനമെന്നൊരു സമ്പ്രദായമേ ഇല്ല എന്നിടത്തേക്ക് എത്തിയിരിക്കുന്നു. എല്ലാ പത്രങ്ങളും അത്ഭുതത്തോടെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മോദി ഭരണം അവിടെ ജനങ്ങൾക്ക് നൽകുന്നത് എന്ത് എന്നതിൻ്റെ വളരെ പ്രകടമായ തെളിവായി മാറുന്നു ആ വാർത്ത. കാണുക, യോഗി ആദിത്യനാഥിൻ്റെ ചിത്രമടക്കം ആ വാർത്ത ഇങ്ങനെ തരുന്നു. യോഗി ഭരണത്തിന് 2 മാസം 240 കൊലപാതകം, 179 ബലാത്സംഗങ്ങൾ. കാണുക, ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ നേതൃത്വത്തിലുള്ള BJP സർക്കാർ അധികാരത്തിലെത്തി 2 മാസം തികയുമ്പോൾ ഇതുവരെ നടന്നത് 240 കൊലപാതകങ്ങൾ, 179 ബലാത്സംഗങ്ങൾ. കനത്ത കുറ്റകൃത്യങ്ങളും ക്രമസമാധാന പ്രശ്നങ്ങളുമാണ് UP-യിൽ അനുദിനം രേഖപ്പെടുത്തുന്നത്. ഈ വർഷം മാർച്ച് 15-നും ഏപ്രിൽ 15-നും ഇടയിലായി കഴിഞ്ഞ വർഷത്തേക്കാൾ 4 ഇരട്ടിയാണ് ബലാത്സംഗങ്ങൾ വർദ്ധിച്ചിരിക്കുന്നത്. 2 ഇരട്ടിയാണ് കൊലപാതകങ്ങൾ വർദ്ധിച്ചിരിക്കുന്നത്. ഗംഭീരമായിരിക്കുന്നു സന്യാസിയുടെ ഭരണം എന്ന് പറയാതെ വയ്യ. ഇന്ന് അമിത്ഷാ, BJP നേതാവ് അമിത്ഷാ, അതിൻ്റെ ദേശീയ പ്രസിഡന്റ് തന്നെയാണ്, അദ്ദേഹം കൊച്ചിയിലെത്തുന്നു. ഇന്ന് കൊച്ചിയിലെത്തുന്ന അമിത്ഷാ അവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷം 2 ദിവസം തിരുവനന്തപുരത്തുമുണ്ടാകും. 3 ദിവസം അദ്ദേഹം കേരളത്തിൽ തങ്ങാൻ പോകുന്നു. വാർത്ത എല്ലാ പത്രങ്ങളും തന്നിരിക്കുന്നു. അമിത്ഷായെ കാത്തിരിക്കുന്നത് ഘടകകക്ഷികളുടെ പരാതി പ്രളയം എന്ന ശീർഷകത്തിലാണ് ചന്ദ്രിക എന്ന പത്രം ഉൾപേജിൽ ആ വാർത്ത തരുന്നത്. വിവിധ പരിപാടികൾക്കായി ഇന്ന് കേരളത്തിലെത്തുന്ന BJP ദേശീയ പ്രസിഡന്റ് അമിത്ഷായെ കാത്തിരിക്കുന്നത് NDA ഘടകകക്ഷികളുടെ പരാതി പ്രളയമാണ്. കോർപ്പറേഷൻ ബോർഡ് സ്ഥാനങ്ങൾ CK ജാനുവിനും തുഷാർ വെള്ളാപ്പള്ളിക്കും ഒന്നും കൊടുത്തിട്ടില്ല. 3 വർഷമായി ഭരണം നടക്കുന്നു. ബാക്കി ഇനി 2 വർഷമേ ഉള്ളൂ. അവശിഷ്ട കാലത്തെങ്കിലും ഒരു അവശിഷ്ട പരിഗണന തങ്ങൾക്ക് ലഭിക്കണമെന്നുള്ള മുറവിളി, ആവശ്യങ്ങളല്ല, മുറവിളിയുമായി NDAയുടെ നേതാക്കൾ കാത്തിരിക്കുന്നു. തുഷാർ വെള്ളാപ്പള്ളിയും ജാനുവും, അതൊക്കെയാണ് അദ്ദേഹം അവിടെ നടത്താൻ പോകുന്നത്. ബാക്കി തിരുവനന്തപുരത്തെത്തുമ്പോൾ പ്രധാനപ്പെട്ട ആളുകളെ കാണുന്ന സമ്മേളനവും അദ്ദേഹം നടത്തും എന്നൊക്കെയാണ് വാർത്ത വരുന്നത്. ഇനി ഇന്നത്തെ മുഖലേഖനങ്ങൾ. മുറിഞ്ഞുപോയ ഒരു പുല്ലിംഗം കേരളത്തിലുയർത്തുന്ന ചോദ്യങ്ങൾ ഏവ. KC വർഗീസ് അതേ സംബന്ധിച്ചൊരു ലേഖനം സിറാജ് എന്ന പത്രത്തിൻ്റെ ലേഖന പേജിൽ തന്നിരിക്കുന്നു. കാണുക, ബഷീറിൻ്റെ ഉപദേശവും മുറിച്ചു മാറ്റപ്പെട്ട പുല്ലിംഗവും. സന്യാസി വര്യൻ്റെ മുറിച്ചു മാറ്റപ്പെട്ട പുല്ലിംഗത്തിന് എന്ത് സംഭവിച്ചു എന്നറിയുന്നില്ല. മുസ്ലിങ്ങൾ വ്രതാനുഷ്ഠാനത്തിന് തയ്യാറെടുക്കുന്നതിൻ്റെ തലേ രാത്രി തന്നെ ഇനി അങ്ങനെ ബീഫ് കഴിച്ച് നോമ്പ് മുറിക്കേണ്ട എന്ന ദുഷ്ടബുദ്ധിയോടെ
പാവപ്പെട്ട മനുഷ്യരുടെ പോഷകാഹാരമായ ബീഫിന് വിലക്കേർപ്പെടുത്തിയ കേന്ദ്രത്തിൻ്റെ വിവാദ ഉത്തരവ് ഉയർത്തിയ അങ്കലാപ്പ് മൂലമാകാം സ്വാമിയുടെ ലിംഗവിഷയം സാമാന്യജനം വിസ്മരിച്ചോ എന്ന് സംശയം. ഒരു തൊണ്ടി മുതൽ എന്ന നിലയിൽ പോലീസിന് അത് കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. അപൂർവങ്ങളിൽ അപൂർവമായൊരു വാർത്തയെന്ന നിലയിൽ ഇത് ഗിന്നസ് ബുക്കിൽ പോലും ഇടം പിടിക്കും. ആയതിനാൽ എത്രയും വേഗം ഇത് വിസ്മരിക്കപ്പെട്ടുകൂടാ. വാളും വടിയും ശൂലവും മാത്രമല്ല, ലിംഗവും ഒരായുധമായി കൊണ്ടു നടക്കുന്ന എല്ലാ പുരുഷന്മാർക്കുമുള്ള മുന്നറിയിപ്പാണ് ഈ വാർത്ത. പണ്ട് ബഷീർ ഈ ആയുധത്തെ പെണ്ണുകെട്ടി യന്ത്രമെന്ന് വിശേഷിപ്പിച്ചതും ബലാത്സംഗ വീരന്മാരുടെ ഈ യന്ത്രം അടിയോടെ മുറിച്ചു കളയണമെന്ന് സ്ത്രീകളെ ഉപദേശിച്ചതും ഓർമ്മ വരുന്നു. ബഷീറിൻ്റെ ഈ ഉപദേശം കൃത്യമായി പാലിച്ച ഒരു കോട്ടയംകാരി പെൺകുട്ടിയുടെ കഥ പറയുന്ന സിനിമയാണ് 22 ഫീമെയിൽ കോട്ടയം. പണ്ടൊക്കെ ജീവിതത്തിൽ നിന്നാണ് സിനിമയുടെ സാഹിത്യമൊക്കെ സൃഷ്ടിക്കപ്പെട്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ സിനിമയിൽ നിന്നും സാഹിത്യത്തിൽ നിന്നും ജീവിതം ഉണ്ടാവുകയാണ് എന്ന് തോന്നുന്നു. ജോർജ് തുടരുന്നത് കാണുക, KC വർഗീസ് തുടരുന്നത് കാണുക. കോൺഗ്രസ് ഭരണകാലത്ത് സന്യാസിമാർ മന്ത്രിമന്ദിരങ്ങളുടെ അടുക്കള ഭാഗത്തു മാത്രമാണ് പ്രത്യക്ഷപ്പെട്ടിരുന്നത് എങ്കിൽ ഇപ്പോൾ പാർലമെൻറ്റിലും നിയമസഭകളിലും എന്തിന് മന്ത്രിസഭകളിൽ പോലും പിടിമുറുക്കിയിരിക്കുന്നു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഒരു സന്യാസിയാണല്ലോ. മാംസവർജനം ഉൾപ്പെടെയുള്ള സവർണ മൂല്യങ്ങൾക്ക് പൊതുസമ്മതി നേടിക്കൊടുക്കുന്നതാണ് പുതിയ ഇന്ത്യ പഴയ ഹിന്ദുസ്ഥാനാക്കാനുള്ള എളുപ്പ വഴി എന്ന് നാഗ്പൂർ ഗുരുക്കൾ മോദിയെ ഉപദേശിച്ചു തുടങ്ങിയിട്ട് കാലം കുറയായി. പശുക്കളെ മാത്രമല്ല, സന്യാസ വേഷധാരികളെയും ഭക്തജനം വർദ്ധിച്ച ആദരവോടെ കണ്ടു തുടങ്ങിയപ്പോഴാണ് കേരളത്തിലെ ഒരു ധീര വനിത ഒരു സന്യാസിയുടെ നേരെ കത്തി വീശി ആ വിവാഹ ഉപകരണമുണ്ടല്ലോ അത് അറുത്ത് മാറ്റിയത് എന്നത് പ്രതീകാത്മകമായൊരു പ്രവൃത്തി, കേരളത്തിൻ്റെ ഒരു മാറുന്ന സെൻസിബിലിറ്റി എന്ന നിലയ്ക്കാണ് വർഗീസ് കാണുന്നത് ഈ ലേഖനത്തിൽ. ഇനി ഇന്നത്തെ ചിത്രം. സ്കൂൾ തുറന്നു, നല്ല മഴയും വന്നു. അതിനാൽ നല്ല ബാഗും നല്ല വേഷവും മാത്രമല്ല നല്ല കുടകളുമായാണ് കുട്ടികൾ ഇത്തവണ സ്കൂളിലെത്തിയത്. ഈ ചിത്രം കാണുക. ഇത് അധ്യയന വർഷത്തിൻ്റെ മഴ തുടക്കമാണ്. മഴയത്ത് കുട്ടികളുടെ കുട പേറിയുള്ള നടത്തം തിരുവനന്തപുരത്ത് നിന്ന് മാതൃഭൂമി നഗരം പേജിൽ നിന്ന് നമുക്ക് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോടെ ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. ഹാവ് എ നൈസ് വീക്കെൻഡ്. ഗുഡ് ബൈ.